ആസിഫ് അലിയുടെ ചിരിയിൽ ഉരുകിയില്ലാതായത് രമേശ് നാരായണനോടുള്ള തന്റെ ബഹുമാനമാണെന്ന് നടനും സംവിധായകനുമായ ശ്രീകാന്ത് മുരളി. താൻ ദൃക്സാക്ഷിയായിരുന്നുവെന്നും സംഭവം താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നുവെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ശ്രീകാന്ത് മുരളി പറഞ്ഞു. MD പോലെ ഒരു ഇതിഹാസത്തിന്റെയും മറ്റ് ധാരാളം കലാകാരന്മാരുടെയും മുന്നിൽ വെച്ച് ഈ അല്പത്തം കാട്ടിയ സംഗീതജ്ഞനോട് സഹതാപം മാത്രമേയുള്ളൂ എന്നും ശ്രീകാന്ത് മുരളി പോസ്റ്റിൽ പറയുന്നു. ശ്രീകാന്ത് മുരളിയുടെ പോസ്റ്റ് ഇങ്ങനെ: ഞാൻ ദൃക്സാക്ഷിയാണ്, അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ആസിഫ് അലിയുടെ സ്വതസിദ്ധമായ ചിരിയിൽ ഉരുകിയില്ലാതായത് പണ്ഡിറ്റ്ജിയോടുള്ള എനിക്കുണ്ടായിരുന്ന ബഹുമാനമാണ്. MD എന്ന ഇതിഹാസത്തിന്റെ മനസ്സിൽ വിരിഞ്ഞ കഥാപാത്രങ്ങളെ അഫ്രപാളിയിലേക്ക് സന്നിവേശിപ്പിച്ച ധാരാളം കലാകാരന്മാരുടെ മുന്നിൽ ഈ അല്പത്തം കാട്ടിയ രമേശ് നാരായണൻ എന്ന മുതിർന്ന സംഗീതജ്ഞനോട് സഹതാപം മാത്രം. രമേശ് നാരായണനെ വിമർശിച്ച് ബിജു മോഹൻ എന്ന വ്യക്തി പങ്കുവച്ച കുറിപ്പ് ഷെയർ ചെയ്താണ് ശ്രീകാന്ത് മുരളി വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. സംഭവം വിവാദമായതിനെ തുടർന്ന് നിരവധി പേർ ആസിഫിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെ നടൻ ആസിഫ് അലിയെ താൻ അപമാനിക്കാൻ ശ്രമിച്ചു എന്നത് തെറ്റിദ്ധാരണയാണ് എന്നും ആസിഫ് അലി തനിക്ക് അവാർഡ് തരാനാണ് വരുന്നത് എന്ന് പോലും തനിക്ക് മനസ്സിലായിരുന്നില്ല എന്നും രമേശ് നാരായണൻ മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു. പരിപാടി നടക്കുന്ന സമയത്ത് ആന്തോളജിയിലെ എല്ലാ സിനിമകളുടെയും അണിയറ പ്രവർത്തകരെ ഒരുമിച്ച് വിളിച്ചാണ് അവാർഡ് നൽകിയത്. അതിനൊപ്പം തന്നെ വിളിച്ചിരുന്നില്ല. ആ സമയത്ത് താൻ അവിടെ ഇരിക്കുന്നുണ്ട്. അതിൽ തനിക്ക് വല്ലാതെ വിഷമം തോന്നിയിരുന്നു. അതിനുശേഷമാണ് MDയുടെ മകൾ അശ്വതിയോട് ഇതേക്കുറിച്ച് പറഞ്ഞത്. അയ്യോ, സാർ അവാർഡ് വാങ്ങിയില്ലേ, സാറിനെ വിളിച്ചില്ലേ എന്ന് അശ്വതി ചോദിച്ചു. വിളിച്ചില്ല എന്ന് താൻ പറഞ്ഞു. അശ്വതിയാണ് ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ആസിഫ് അലി തനിക്ക് അവാർഡ് തരുന്നതെന്നും രമേശ് നാരായണൻ പറയുന്നു. ആസിഫ് അലി തനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നടനാണ്. അദ്ദേഹത്തോട് തനിക്ക് യാതൊരു വിധത്തിലുള്ള വൈരാഗ്യമില്ലെന്നും രമേശ് നാരായണൻ കൂട്ടിച്ചേർത്തു.